എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിനി പിസ്സയാണ്. ചെറിയ പിസ്സ കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റമാണ്, ഒരു ഫാൻസി ഐറ്റമാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. കുട്ടികളുടെ ബർത്ത്ഡേക്ക് വരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളോ. 2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് 1/2 കപ്പ് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റും 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 6 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് സ്പാറ്റുല വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. സ്പാറ്റുല വെച്ചൊന്ന് യോജിച്ചതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. മിക്സിംഗ് മെഷീനൊക്കെ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മുൻപ് നമ്മൾ ബ്രെഡിന് കുഴച്ചത് കണ്ട പോലെ തന്നെ ഒരു 10 മിനിറ്റ് നേരം വളരെ സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. ഇന്ന് ഞാനിപ്പോൾ മിക്സിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. 750 ഗ്രാമൊക്കെ മാവുള്ളപ്പോൾ മിക്സിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. ബ്രെഡിനൊക്കെ ഞാൻ കൈകൊണ്ട് നന്നായി കുഴക്കണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ കുഴച്ചെടുത്താൽ മതി. ഇനി കവർ ചെയ്ത് ഡബിൾ സൈസ് ആവണവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് മൈദ തൂവിയിട്ട്, നന്നായിട്ട് സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോയാണ്, അതുകൊണ്ട് ഒരുവിധം നന്നായിട്ട് തന്നെ മൈദ തൂവിയിട്ട് ഇതൊരു 12 പോർഷനായിട്ട് നമുക്ക് ബോളുകളാക്കി മാറ്റാം. ഒരു 12 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാം ബോളുകളാക്കി, ബ്രെഡിന് വേണ്ടി നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ബോളാക്കി മാറ്റി വെക്കാം. ഇത് മിനി പിസ്സ ആയതുകൊണ്ട് നമുക്ക് 750 ഗ്രാമിൽ നിന്ന് 12 പിസ്സ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒരു ട്രേയിലെ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ പുരട്ടി അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് പരത്താൻ വേണ്ടി ഒരു ഗ്ലാസ് ബൗളിന്റെ അടിയിൽ എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ എണ്ണ പുരട്ടിയ ബൗള് വെച്ച് ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓരോ ബോളിന്റെ മുകളിലും. അതുപോലെ നല്ല പിസ്സയുടെ നല്ല ഷേപ്പായി കിട്ടും. ബാക്കി ഷേപ്പ് നമുക്ക് കൈ വെച്ച് ശരിയാക്കി എടുക്കാം. ചിലതൊക്കെ കറക്റ്റായിട്ട് വരില്ല, അപ്പം നമുക്ക് കൈ വെച്ച് ശരിയാക്കി എടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്കൊന്ന് പ്രസ് ചെയ്ത്, കണ്ടോ, സെൻറ്ററൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഫ്ലാറ്റ് ആക്കി, സൈഡൊക്കെ അല്പം ഒന്ന് പൊങ്ങി നിൽക്കണ പോലെ സാധാരണ നമ്മുടെ പിസ്സയുടെ ഷേപ്പിലേക്ക് നമുക്ക് കൈ വെച്ച് ആക്കി കൊടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ആക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം വരെ, ഇഷ്ടമുള്ള കട്ടി വരണ വരെ, നമുക്ക് ഏത് കട്ടിയിലാണ് പിസ്സ കിട്ടേണ്ടത് അതുവരെ നമുക്ക് പരത്തി കൊടുക്കാം. കണ്ട, ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ എല്ലാം മുകളിൽ നമുക്ക് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാം. ഫോർക്ക് വെച്ച് കുത്തുന്നത് ഒത്തിരി മാവ് പൊങ്ങി ബ്രെഡ് പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും നമുക്ക് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പിസ്സ സീസണിങ്സ്, ഒറിഗാനോ, മിക്സഡ് ഹെർബ്സ്, ഇതിലേതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ചില്ലി ഫ്ലേക്സും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ പീസുകളാക്കി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ എങ്ങനെ വേണേലും നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി ചിക്കൻ വേണ്ട, വെജിറ്റബിൾസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണേലും, വെജിറ്റബിൾസോ സോസേജോ എന്ത് വേണേലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെറും ചീസ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ടോപ്പിങ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഞാനിത് തന്തൂരി മസാല ഇട്ടാണ് ചിക്കൻ വറുത്തിരിക്കുന്നത്. തന്തൂരി ചിക്കൻ്റെ ഒരു റെസിപ്പി മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള മസാല ചേർത്ത് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് യോജിച്ചിരിക്കും. ഇത് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസാണ്. ഇനി നമുക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് പിസ്സയുടെ മേലെ സ്പ്രെഡ് ചെയ്യാം. ഒട്ടും കുറയ്ക്കേണ്ട, നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചീസിൻ്റെ ഒരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണ ചീസാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചീസൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിസ്സ ഉണ്ടാക്കണം തോന്നുമ്പോൾ നമ്മുടെ അടുത്ത് പാലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ ചീസ് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നമുക്കിനി സ്പ്രെഡ് ചെയ്യാം. ചീസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് ചീസ് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ടും ഒന്ന് കൈകൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അങ്ങ് പതിഞ്ഞിരുന്നോളും. നല്ലതാണ് അങ്ങനെ ചെയ്യണത്. കണ്ടോ, എല്ലാം നമ്മൾ ഡിസൈനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഓണപ്പൂക്കൾ ഇടണ പോലെ തന്നെ ഓരോ പിസ്സയുടെ മുകളിലും നല്ല ഭംഗിയായിട്ടിടാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളും കൂടി വന്ന് സഹായിച്ചു തരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചൊരു ഡിസൈനൊക്കെ കൊടുക്കാം. സെൻറ്ററിൽ ഞങ്ങൾ ഒലീവ്സിൻ്റെ കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കണ്ടോ നല്ല ഭംഗിയായി വരുന്നുണ്ട്. സെൻറ്ററിൽ ബ്ലാക്കും ചുറ്റും മറ്റ് കളർഫുൾ ആകുമ്പോൾ ഞാൻ റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം എല്ലാം ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കഴിഞ്ഞ് അതിൻ്റെ മേലെ ഞാൻ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇതുപോലെ എല്ലാം ആദ്യം ഇട്ട പോലെ തന്നെ ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ബേക്ക് ചെയ്താൽ മതി. നല്ല ഭംഗിയില്ലേ കാണാൻ? ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി കാണാനായിട്ട്. എല്ലാം ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളങ്ങളുടെ പോലെ ഈ ഓണക്കാലത്ത് നല്ല ഭംഗിയായിട്ട് തോന്നി. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം കേട്ടോ. ഇനി കുക്കിംഗ് റേഞ്ചിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോണത്. ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് 250 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ്. 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അടിയൊക്കെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് പൊക്കി നോക്കണം. അപ്പം നമുക്കറിയാം ആവശ്യത്തിന് ക്രിസ്പായോ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ പിസ്സ റെഡി ആയി കഴിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് പിസ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാൻ 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ചീസൊക്കെ നന്നായിട്ട് വലിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് ചീസാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മുടെ സോഫീസ് നെസ്റ്റിന് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത 1000 സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം താങ്ക്സ് പറയുന്നു. അപ്പോൾ വീണ്ടും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.